ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കൊച്ചമ്മണി ജയനോട് പറയുക, നീ എവിടെയുണ്ടോ അവിടെ തന്നെ ഞാനും കാണുവാടാ. നിന്നെ ചുമ്മാതല്ലടാ ഞാൻ പ്രസവിച്ചത്. അപ്പോൾ രാധമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അയ്യോ, എന്താ ഇവിടെ വഴക്ക്? അയ്യോ രാധമ്മയ്ക്ക് അറിയണോ? ഇവരെല്ലാവരും കൂടെ പറയുക ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന്. രാധമ്മ രണ്ട് കൈയും എടുത്ത് തൊഴുതിട്ട് പറയുക, എൻ്റെ പൊന്നമ്മേ, നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, പ്ലീസ്. അത് കേട്ടിട്ട് ജയൻ രാധമ്മയോട് പറയാം, അമ്മ ഒരൊറ്റ ആളാ ഈ കളവിയെ വഷളാക്കുന്നത്. കൊച്ചമ്മണി പെട്ടെന്ന് ചോദിക്കുക, എടാ ആരാടാ നിന്റെ അമ്മ? ഞാനാണോ ഈ രാധമ്മയാണോ? അതിനെന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? രാധമ്മ തന്നെയാ എൻ്റെ അമ്മ. എൻ്റെ ദൈവമേ, ഇവൻ പറഞ്ഞത് കേട്ടോ എന്നിങ്ങനെ കൊച്ചമ്മണി പറയുമ്പോൾ എല്ലാവർക്കും ചിരി വരുന്നുണ്ട്. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജുവിനെ കണ്ടതും വേണിവട്ടം പറയാം, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. രാധമ്മ പറയുക, അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായി മോനെ കാര്യങ്ങൾ? രാജു പറയുക, നിരപ്പാക്കി കൊടുത്ത് അംബികയ്ക്കും മോനും ശരിക്ക് കിട്ടി. രാധമ്മയ്ക്ക് അവിടെ ഉണ്ടായ കാര്യങ്ങൾ അറിയാഞ്ഞ് വെപ്രാളവാ. എടാ മോനെ, അവിടെ ഉണ്ടായ കാര്യങ്ങൾ നീ ഒന്ന് വിവരിച്ച് പറയടാ. സംഗതി ത്രില്ലായിരുന്നമ്മേ, എന്താന്നൊക്കെ ഞാനിപ്പോൾ പറയാം. അങ്ങനെ രാജു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് പറയുവാണ്. അംബിക തലയിൽ ഇങ്ങനെ വെള്ളവും പിടിച്ചുകൊണ്ട് വലം വെച്ച് വരുമ്പോൾ ഹൃതിയെ അങ്ങോട്ട് ചേർന്ന് ആ കലവും കുടവും വാങ്ങിച്ച് എറിഞ്ഞങ്ങോടച്ച് ഇടി എന്നും പറഞ്ഞ് അംബിക ഇങ്ങോട്ട് കൈപൊക്കുമ്പോൾ നിർത്തടി എന്നൊരലർച്ച. സരസ്വതിയമ്മ സ്പീഡിൽ അങ്ങോട്ട് വരുവാണ്. ഇങ്ങോട്ട് വന്ന അംബികയുടെ കർണക്കുറ്റിക്ക് ഒരൊറ്റടി. എന്നിട്ട് അംബികയുടെ കഴുത്തെ പിടിച്ച് ഞെക്കുവാണ്. അത് കണ്ടുകൊണ്ട് അടുത്തോട്ട് വന്ന ദീപക്കിന്റെ ചെവിക്കുറ്റി അടിച്ച് പറിച്ച് അവിടെ വന്ന ജോത്സിനെയും കർമ്മിയെയും ശേഖരൻ അടിച്ചോടിച്ച്. അങ്ങനെ സരസ്വതിയമ്മ ഹൃതികയെ വിളിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിലോട്ട് കയറി പോവുകയാണ്. വലതുകാല് വെച്ച് ഹൃതികയെ അകത്തോട്ടും അകത്തു നിന്നിരുന്ന അംബികയും മകനും പുറത്തും. രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുവാണ്. രാധമ്മ പറയുക, പാൽക്കാരി അംബികയ്ക്കും മകനും അങ്ങനെ തൃപ്തിയായി. പക്ഷേ കൊച്ചമ്മണിക്ക് മാത്രം ഇതൊന്നും കേട്ടിട്ട് ചിരി വരുന്നില്ല. അംബിക ഇപ്പോൾ കൊച്ചമ്മണിയുടെ ബോസ് അല്ലയോ? രാജു രാധമ്മയോട് പറയുക, അമ്മ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഉണ്ടല്ലോ, എല്ലാവരും വാ കഴിക്കാനായിട്ട് എന്നും പറഞ്ഞ് രാധമ്മ എല്ലാവരെയും കഴിക്കാനായിട്ട് വിളിക്കുവാണ്. കൊച്ചമ്മണിയാണെങ്കിൽ കുറവൻ ചത്ത കുറത്തിയെപ്പോലെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയുക, അപ്പോൾ ഞാൻ അംബികയെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാഞ്ഞത് അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പം നാളെ വിളിക്കാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയാൽ മതിയല്ലോ. ഋതികയും അപ്പവും സരസ്വതി അമ്മയും കൂടെ ഇങ്ങനെ കട്ടിലിരിക്കുക. പക്ഷേ ഋതിക ആകെ സങ്കടത്തില്. അത് കണ്ടിട്ട് അപ്പു പറയുക, അമ്മുമ്മേ, ചേച്ചിയുടെ മനസ്സ് ഇവിടെ ഒന്നും അല്ല. അത് പിന്നെ എവിടെ പോയി മോളെ? അതാ ബൈക്കിന്റെ പിന്നാലെ പോയി. അമ്മമ്മയ്ക്ക് മനസ്സിലായില്ലേ? രാജുവേട്ടൻ്റെ ബൈക്കിന്റെ പിന്നാലെ പോയി. കളിയാക്കാതെ പോ, എൻ്റെ കുട്ടിയുടെ സങ്കടം അവൾക്ക് മാത്രമേ അറിയാവൂ. ഋതിക പറയുക, കൂട്ടത്തിൽ നിന്നോണ്ട് അമ്മാമ്മ എൻ്റെ കാലിൽ ചവിട്ടുക അല്ലേ? അയ്യോ അല്ല മോളെ, ഞാൻ മോളുടെ സങ്കടത്തിൽ പങ്കുചേർന്നതാ. അപ്പോഴാ കതകിൻ്റെ ഡോർ അങ്ങോട്ട് തുറന്ന് യാമിനി അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനി വളരെ സന്തോഷത്തോടാണ് വരുന്നത്. യാമിനി അങ്ങോട്ട് വന്നിട്ട് പറയാ, അമ്മ ഇവിടെ ഉണ്ടെങ്കിലേ ഈ രണ്ടെണ്ണത്തിന് ഊണുമില്ല ഉറക്കവും ഇല്ല. അതിന് രാത്രി ഊണല്ലായിരുന്നല്ലോ, ചപ്പാത്തി അല്ലായിരുന്നു അമ്മേ. അപ്പു അങ്ങനെ പറഞ്ഞപ്പോൾ യാമിനി പറയാ, വേണ്ട, കളിയാക്കണ്ട, ഞാൻ നിന്റെ അമ്മയാ. ദേണ്ട പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, രണ്ടുപേരും ഈ പാല് കുടിച്ചോണം. ദേണ്ട അമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ള വെള്ളവും ഉണ്ട്. വെള്ളം ഇവിടെ ഉണ്ടായിരുന്നല്ലോ യാമിനി, ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാമേ, മരുന്ന് കഴിക്കാൻ ഇതാ വേണ്ടത്. ഋതിക ഇങ്ങനെ സങ്കടത്തോടെ മുഖവും വീർപ്പിച്ചിരിക്കുക. അത് കണ്ടിട്ട് യാമിനി ചോദിക്കുക, അയ്യോ ഋതുമോൾക്ക് എന്ത് പറ്റി? അപ്പോൾ അപ്പു ഋതുവിനെ കളിയാക്കി ഒരു പ്രേമഗാനം അങ്ങോട്ട് പാടുന്നുണ്ട്. ഒന്നും മനസ്സിലാകാതെ യാമിനി ഇങ്ങനെ മിഴിച്ചിട്ട് നിൽക്കുക. അപ്പൊ സരസ്വതിയമ്മ പറയുക, അല്ല യാമിനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ലയോ? അയ്യോ ഇല്ലമ്മേ, എന്നാലേ പ്രിയതമൻ അവന്റെ അമ്മയെ കാണാൻ പോയി. വിരഹിണിയായ രാധയ്ക്കിപ്പോൾ ഇവിടെ ഇരുന്ന് വിരഹിക്കാൻ മാത്രമാണ് യോഗം. അയ്യോ ഈ അമ്മാമ്മയും അപ്പവും ചേർന്ന് എന്നെ കളിയാക്കി കൊല്ലുവാ ചെറിയമ്മേ. മോൾ അതൊന്നും കേട്ട് വിഷമിക്കേണ്ട, അവർക്ക് വിരഹ ദുഃഖം എന്താണെന്ന് അറിയില്ല. അതൊക്കെ അനുഭവിച്ചവർക്കല്ലേ അതൊക്കെ അറിയൂ. ശേഖരേട്ടൻ നെല്ലിയാമ്പതി പോകുമ്പോൾ എനിക്കുണ്ടായ സങ്കടം എനിക്ക് മാത്രമേ അറിയാവൂ. അതിന് യാമിനി, ശേഖരൻ അങ്ങ് ദൂരെ നെല്ലിയാമ്പതിക്കല്ലേ പോകുന്നത്? എന്നാലേ രാജുവിടെ 1-2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള അവൻ്റെ വീട്ടിലോട്ടാ പോയിരിക്കുന്നത്. ഈ വിരഹത്തിന് അങ്ങനെ ദൂരെ ഒന്നും ഇല്ലമ്മേ. ഋതിക പെട്ടെന്ന് ചോദിക്കുക, അപ്പം പോകുമ്പോൾ അമ്മാമ്മയ്ക്ക് വിരഹമൊന്നും ഇല്ലായിരുന്നോ? അതെന്തായാലും ഇത്രയും സങ്കടമൊന്നും ഇല്ലായിരുന്നു, ഇതൊരു 1.5 സങ്കടമായി പോയില്ലേ? യാമിനി പറയുക, പോട്ടെ മോളെ, അമ്മാമ്മ തമാശ പറഞ്ഞതല്ലയോ. രാജു നേരം വെളുക്കുമ്പോഴേക്കും ഇങ്ങോട്ടിങ് എത്തില്ലേ? സരസ്വതിയമ്മ പറയാ, അവന്റെ കാര്യം പറയേ വേണ്ട, അവനാണെങ്കിൽ വിരഹ ദുഃഖത്തിന്റെ ആശാന്. കാക്ക നിലത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ കാന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങെത്തും. എന്താ അമ്മാമ്മ ഇത്, എൻ്റെ രാജുവിനെ കാക്കയും ആക്കിയോ?
വേണ്ട, നിങ്ങളെല്ലാവരുടെ കളിയാക്കി ചിരിക്കണ്ട. എന്നാൽ എല്ലാവരും ഇനി ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് യാമിനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. രാത്രി പൂർണ്ണചന്ദ്രനെ ഉദിച്ചു. രാജു ആണെങ്കിൽ ഹൃതിയേക്കാളും കഷ്ടത്തില. രാജു ഓടുന്നുണ്ട് ഹൃതിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ഹൃതിയെ ഇപ്പോൾ ഉറങ്ങിക്കാണുമോ? അവിടുന്ന് പോരണ്ടായിരുന്നു. വല്ലാത്ത കഷ്ടമായിപ്പോയി. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ചിലപ്പോൾ അവൾ ഉറങ്ങുവാണെങ്കിലോ, ശല്യപ്പെടുത്തണ്ട. അങ്ങനെ സരസ്വതി അമ്മ അപ്പോ നല്ല ഉറക്കത്തില. ഹൃതിക മാത്രം ഉറങ്ങാതെ ഇങ്ങനെ കണ്ണും പിടിച്ചിരിപ്പുണ്ട്. ഉറക്കവും വരുന്നില്ലല്ലോ. രാജു അടുത്തില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാജുവിനെ ഒന്ന് വിളിച്ചാലോ എന്നും പറഞ്ഞ് ഹൃതിക പെട്ടെന്ന് എഴുന്നേറ്റ് മൊബൈൽ എടുത്തിട്ട് രാജുവിനെ വിളിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ട, രാജു ചിലപ്പോൾ ഉറങ്ങിക്കാണും, ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്നിട്ട് ആ മൊബൈൽ അവിടെ വെച്ചിട്ട് ഹൃതിക അങ്ങനെ ചൂടിപ്പറിച്ച് കിടക്കുന്നുണ്ട്. ഈ സമയം രാജു ആണെങ്കിലോ ഉറങ്ങാതെ കുത്തിയിരുന്ന് ഹൃതികയുടെ ഫോട്ടോ നോക്കി ഇരിക്കുക. ഹൃതികയാണെങ്കിൽ ഉറങ്ങാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഹൃതിക എഴുന്നേറ്റ് റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മനസ്സിന് ഇത്രയും ടെൻഷൻ ഉണ്ടാവുമോ? ഹൃതികയെ വിട്ടങ്ങോട്ട് മാറി നിൽക്കാനും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഹൃതിക നോക്കുമ്പോൾ സരസ്വതി അമ്മ അപ്പോൾ നല്ല ഉറക്കത്തില. ഹൃതിക പറയാ, രാജു ഇല്ലാത്തോണ്ട് ആകെ ടെൻഷനാണല്ലോ. എന്ത് ചെയ്യാനാ? ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. രാജുവിന് ഇരിക്കപ്പുറത്തിയില്ല. രാജു മനസ്സിൽ പറയുക, എന്തും വരട്ടെ, ഉറങ്ങുവാണെങ്കിൽ ഉണരട്ടെ, ഇനി എന്തായാലും എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഹൃതിക മനസ്സിൽ പറയാ, രാജുവിനെ ഒന്ന് വിളിക്കാം, ആ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാൽ മതി, ഇനി താമസിക്കണ്ട, എന്തായാലും വിളിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് ഹൃതിക പോയി ഫോൺ എടുക്കുവാണ്. രാജു ഹൃതിയെ വിളിക്കുന്ന സമയത്ത് തന്നെ ഹൃതിക രാജുവിനെയും വിളിക്കുവാണ്. രണ്ടുപേർക്കും കേൾക്കുന്നത് ലൈൻ ബിസിയാണെന്നാണ്. ഈ സമയത്ത് ഹൃതിക ആരെ വിളിക്കാനാ? ഇനി അമ്മയെ വിളിക്കുവാണോ? ഈ പാതിരാത്രിക്ക് രാജു ഇതാരെയാ വിളിക്കുന്നേ? വീണ്ടും രാജുവും ഹൃതികയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക. അപ്പോഴും ലൈൻ ബിസി എന്നാണ് കേൾക്കുന്നത്. എന്ത് ചെയ്യാനാണ് ഓർത്തിങ്ങനെ ഹൃതിയെ വിഷമിച്ചോണ്ട് നിൽക്കുമ്പോൾ രാജുവിൻ്റെ ഫോൺ കോൾ വരുന്നു. അയ്യോ, പെട്ടെന്ന് ഹൃതിക, ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നല്ലോ. രാജു ഈ അസമയത്ത് ആരോടാ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്? പിന്നെയും തുടങ്ങിയോ സംശയരോഗം? എൻ്റെ ഹൃതികയെ, ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. അയ്യോ എൻ്റെ രാജു, ആ സമയത്ത് ഞാൻ രാജുവിനെ വിളിക്കുമായിരുന്നു. രാജു പറയാ, പിന്നെ ഒരേ സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ പിന്നെ ലൈൻ ബിസി ആകില്ലേ? അതൊക്കെ പോട്ടെ, രാജു എന്തിനാ ഇന്ന് വീട്ടിലോട്ട് പോയത്? എന്നെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോകാൻ രാജുവിന് എങ്ങനെ മനസ്സ് വന്നു? അയ്യോ, അന്നേരം എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല ഋതു. പക്ഷേ എനിക്കിപ്പോൾ അത് വലിയ പ്രശ്നമാണ്. എന്ത് പ്രശ്നമാ രാജു? അതേ, എനിക്കെൻ്റെ ഋതുമോളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ആണോ രാജു? ആണല്ല, പെണ്ണ്. എനിക്കെൻ്റെ പ്രിയപ്പെട്ടവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന്. എന്നാലേ എനിക്കും എൻ്റെ രാജുവിനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യ. ഋതു, എനിക്ക് ഉറക്കം വരുന്നില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ഋതുവിനെ കണ്ടേ പറ്റൂ. എന്നാലേ എൻ്റെ രാജു ഒരു കാര്യം ചെയ്, ആ ബൈക്ക് എടുത്ത് പറന്നിങ്ങി വാ, ഞാനേ പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി മോളെ, ഞാൻ ദാ എത്തി. അങ്ങനെ ഹൃതിയെ ഉറങ്ങിക്കിടക്കുന്ന സരസ്വതി അമ്മയെ അപ്പൂനെ നോക്കി പതുക്കെ ചെന്ന് കതവ് തുറക്കുവാണ്. സരസ്വതി അമ്മയാണെങ്കിൽ ഹൃതിക കാണിക്കുന്ന ചേഷ്ടകളൊക്കെ കണ്ട് ഇങ്ങനെ ഉറക്കം നടിച്ച് കിടക്കുവാണ്. ഹൃതിക ഇങ്ങനെ പതുക്കെ കതവ് തുറക്കുമ്പോൾ സരസ്വതി അമ്മയും കണ്ണു തുറന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഹൃതിക വാതിലൊക്കെ തുറന്ന് പുറത്തോട്ട് പോവുകയാണ്. ഹൃതിക വാതുക്കെ വന്നിങ്ങനെ രാജുവിനെ നോക്കി നിൽക്കുക. ഗേറ്റ് പൂട്ടിയിരിക്കുവാണല്ലോ, അതുകൊണ്ട് രാജു മതിൽ ചാടിയാണ് അകത്തോട്ട് വരുന്നത്. അങ്ങനെ രാജുവിൻ്റെ അടുത്തോട്ട് ഹൃതിക ഓടി വരുവാണ്. ഹൃതിക ചോദിക്കുന്നത്, ഇതെന്താ കള്ളന്മാരെ പോലെ ഇങ്ങനെ ചാടി വന്നത്? എൻ്റെ ഋതു, പതുക്കെ. ആ സെക്യൂരിറ്റി ചോദിക്കില്ലേ പാതിരാത്രിക്ക് എന്താ വന്നതെന്ന്? എൻ്റെ രാജു, അതിന് രാജു എന്നെ ഒളിച്ച് കാണാമെന്ന കള്ളക്കാമോനൊന്നും അല്ലല്ലോ, എൻ്റെ ഹസ്ബൻഡല്ലേ. ഇങ്ങനെ പേടിത്തൊണ്ടനായ ഒരു ഭർത്താവ്. നമുക്കിവിടുന്ന് മാറി നിൽക്കാൻ രാജു എന്നും പറഞ്ഞ് രാജുവിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു മരത്തിൻ്റെ ചോട്ടിപ്പോയി നിൽക്കുക. ഇത് ബ്യൂട്ടിഫുൾ പ്ലേസാ രാജു, നമുക്കിവിടെ ഇരിക്കാം. എന്താ ഋതു, ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ? യാതൊരു നിർബന്ധവും ഇല്ല. രാജു ഒരു റൊമാൻസോടെ പറയുക. നല്ല മഞ്ഞുണ്ട്, മനോഹരമായ നിലാവും. ഋതികയും അതേ മൂഡിൽ തന്നെ ചോദിക്കുക, മഞ്ഞും നിലാവും രാജുവിന് അത്രയ്ക്ക് ഇഷ്ടമാണോ? നിലാവ് എനിക്കിഷ്ടമാണ്. നിലാവിനേക്കാൾ സുന്ദരിയല്ലേ എൻ്റെ ഋതു? പിന്നെ തള്ളു പറയാതെ രാജു. അല്ല ഋതുമോളെ, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഈ ഒളിച്ചു കാണലൊക്കെ ഒരു ത്രില്ലുണ്ടില്ലേ രാജു? അതെ അതെ, ഈ പേടിയോടെയുള്ള ഒരു പ്രണയം, അതിനൊരു പ്രത്യേക സുഖമാണ് അല്ലേ ഋതുമോളെ? എന്നാലേ ഞാനൊരു തമാശ പറയട്ടെ രാജു? എന്തും പറഞ്ഞോ, വെളുക്കും വരെ കിടക്കുമല്ലേ ടൈം. നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പോഴും പ്രേമിക്കുവാണെന്ന് രാജു സങ്കല്പിക്കണം. സങ്കല്പിച്ച് ഋതു, നമ്മളെ മുടിഞ്ഞ പ്രേമമാണ്. അയ്യോ, മുടിഞ്ഞ പ്രേമമല്ല രാജു, നല്ല കൾച്ചറുള്ള പ്രേമം. കൾച്ചറുള്ള പ്രേമമോ? അതെന്തൊരു പ്രേമം? നല്ല ഡീസൻ്റുള്ള പ്രേമമെന്ന്. ഒരു ടച്ചിങ് പോലും ഇല്ലാത്ത പ്രേമം, അതായത് ഒരു കിസ് പോലും ഇല്ലാതെ അല്ലേ? എന്നിട്ട് ബാക്കിയൂടെ പറ ഋതു. നമ്മളെ നല്ല ഡീപ്പായ ലവില. പക്ഷെ നമ്മുടെ ഈ പ്രേമത്തിനെ നമ്മുടെ വീട്ടുകാരെതിരാ. രണ്ട് വീട്ടുകാരും വേണോ ഋതു? വേണം, രണ്ട് വീട്ടുകാരും. പരസ്പരം കണ്ടുപോയ കൊല്ലുവെന്ന് എൻ്റെ അച്ഛൻ്റെ വക ഭീഷണി. കെട്ടിപ്പോയ തട്ടുവെന്നും പറഞ്ഞ് വേണുവങ്കൾ ഒരു വെട്ടുകത്തിയുമായി.
രാജു പൊട്ടിച്ചിരിച്ചോണ്ട് പറഞ്ഞു, ഓ വെട്ടുകത്തി വേണു, വല്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറി ആണല്ലോ. ബാക്കിയോടെ പറ. രാത്രിയിൽ ഇതുപോലെ കണ്ടുമുട്ടുകയും ഒളിച്ചോടി പോവുകയും ചെയ്യുന്നു. എങ്ങോട്ടറിതു? അതെ, കാടും മേടും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട്. അത് കേട്ടിട്ട് രാജു പറയാം, അത് കൊള്ളാം, അവിടുത്തെ പാറമടയിൽ അവിടുത്തെ മുതലാളിയോട് ചോദിച്ചിട്ട് ഞാനും ഈ കൊച്ചു തമ്പുരാട്ടിയും കൂടെ അവിടെ ജോലി ചെയ്യാം. അത് കൊള്ളാൻ രാജു, ഞാനിങ്ങനെ കല്ലൊക്കെ അടിച്ച് പീസായിട്ട് പൊട്ടിക്കും. അപ്പോൾ ഞാൻ പാറ പൊട്ടിക്കും. ഒരു ദിവസം മുതലാളി കൊച്ചു തമ്പുരാട്ടെ കൈക്ക് കയറി പിടിക്കുന്നു. ഇത് കണ്ടോണ്ട് വന്ന ഞാൻ മുതലാളി അങ്ങ് കൊല്ലുന്നു. അങ്ങനെ ഞാൻ അങ്ങ് ജയിലിലോട്ട് പോന്നു. വലിയ ട്രാജഡി. അയ്യോ രാജു, ഇത് ഞാൻ പണ്ട് കണ്ട ഏതോ ഒരു സിനിമയുടെ സ്റ്റോറി അല്ലയോ? അതെ, ഇത്തരം ഒത്തിരി സിനിമാ കഥകളുണ്ട്. അതല്ലേ ഋതു പറഞ്ഞു വന്നത്? അയ്യോ, പറഞ്ഞു വന്നപ്പോൾ കഥ മാറിപ്പോയി രാജു. ഒളിച്ചോട്ടം വരെ കറക്റ്റായിരുന്നു രാജു. രാജു പറയാം, എന്തായാലും ഒരു കാര്യം ശരിയാ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രേമത്തിന്റെ രസം ഒരല്പം അങ്ങ് കുറയും. അതിനല്ലേ രാജു ഇങ്ങനെ വീട്ടുകാരെ പറ്റിച്ച് ഒരുമാതിരി ഒളിച്ചു കാണല്? ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പു ഉറക്കത്തിൽ ഇങ്ങനെ പതുക്കെ തിരിയുമ്പോൾ ഋതികയെ കാണുന്നില്ല. അപ്പു നോക്കുമ്പോൾ സരസ്വതി അമ്മ നല്ല ഉറക്കത്തിലുമാണ്. അപ്പു പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി പോവുകയാണ്. വാതിലിൻ്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് അവിടെങ്ങും കാണുന്നില്ല. ഈ ചേച്ചി ഇതെവിടെ പോയി? അപ്പു പെട്ടെന്ന് എന്ന് സരസ്വതി അമ്മയെ വിളിച്ചുണർത്തുവാണ്. മുത്തശ്ശി, ചേച്ചി ഇവിടെ എങ്ങും കാണുന്നില്ല. സരസ്വതിയമ്മ പറയാ, ഋതുമോളെ യാമിനിയുടെ മുറിയിലോട്ട് പോയി, എന്നോട് പറഞ്ഞിട്ടാ പോയത്. മോള് കിടന്നോ? കിടക്ക് മോളെ എന്നും പറഞ്ഞ് അപ്പൂനെ പിടിച്ചവിടെ കിടത്തുവാണ്. ഈ സമയം ദീപക് ഉറക്കത്തിൽ നിന്നുണർന്ന് അവൻ മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു. അവൻ പറയുന്നുണ്ട്, മുള്ളാൻ പറ്റിയത് ഓപ്പൺ പ്ലേസ് തന്നെ. അങ്ങനെ മൂളിപ്പാട്ടുമൊക്കെ പാടി കാറ്റും കൊണ്ട് മുള്ളാം. ഇവന് മര്യാദയ്ക്ക് അകത്തെ ബാത്റൂമിലെങ്ങും പോകാതെ അവൻ പോവുക പുറത്തോട്ട്. രാജുവും ഋതിക ഇതൊന്നും കാണുന്നില്ല. ഋതിക പറയുക, പ്രേമിക്കുവാണെങ്കിൽ ഇങ്ങനെ നിലാവത്ത് നടന്ന് പ്രേമിക്കണം. രാജു പറയാ, നമുക്ക് വല്ല ഗൾഫ് രാജ്യത്തിലോട്ടും പോയാലോ? അതെന്തിനാ രാജു? നിലാവത്ത് മരുഭൂമിയിൽ ഓടി നടന്ന് നമുക്ക് പ്രേമിക്കാം. അങ്ങനെ മണൽക്കാറ്റിൽ പറന്ന് നടന്ന് പ്രേമിക്കാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് രാജുവും ഋതിക അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുവാണ്. ഇതൊന്നും അറിയാതെ മൂളിപ്പാട്ടുമൊക്കെ പാടി മുള്ളാൻ വന്ന ദീപക് ഇത് വല്ലതും അറിയുന്നുണ്ടോ? ആരുടെയോ പൊട്ടിച്ചിരിയാണല്ലോ കേൾക്കുന്നത്. എനിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. അല്ലല്ലോ, ഇതൊരു പെണ്ണിന്റെ ചിരിയാണല്ലോ. വെള്ളിയാഴ്ച പാതിരാത്രി കഴിഞ്ഞ് വെളുപ്പിനെ 5 മണി മുതൽ യക്ഷികൾ ഇറങ്ങുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അയ്യോ ദൈവമേ, നല്ല പാലപൂത്ത മണമുണ്ടല്ലോ. ദീപക് ഇങ്ങനെ നോക്കുമ്പോൾ ഋതിക ഇട്ടിരുന്ന നല്ല വെള്ള വസ്ത്രമാണ്. പൊട്ടിച്ചിരിക്കുന്ന ഋതികയുടെ പുറകുവശമാണ് ദീപക് കാണുന്നത്. അത് ഋതികയാണെന്നുള്ളത് അവന് മനസ്സിലായതുമില്ല, രാജുവിനെ കാണുന്നതുമില്ല. അതൊരു യക്ഷിയാണെന്ന് കരുതി ദീപക് ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ഋതികയുടെ ആ വെള്ള ദുപ്പട്ട ഇങ്ങനെ അനങ്ങുന്നതിനെ കണ്ട് ദീപക്, അയ്യോ യക്ഷി, പ്രേതം, ഓടിക്കോ എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് വീടിനകത്തോട്ട് ഓടുവാണ്. അയ്യോ പ്രേതം, ഓടിക്കോ പ്രേതം എന്നും പറഞ്ഞ് അവൻ അലറുന്നത് രാജുവും ഋതികയും കണ്ട്, അയ്യോ അത് ദീപക്കല്ലയോ? അയ്യോ രാജു, അവൻ പ്രേത വിളയാട്ടെന്ന് വിളിച്ചു പറഞ്ഞോണ്ടാ ഓടിയത്. ഇനി നമ്മളെ രണ്ടുപേരെയും കണ്ട് പ്രേതമാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് ഓടിയതാണോ? അയ്യോ, ഇവൻ്റെ അലർച്ച കേട്ട് വീട്ടിലെ എല്ലാവരും ഇപ്പോൾ എഴുന്നേക്കില്ലേ ഋതു? അയ്യോ നമ്മളെ കാണും ഋതു, ഞാൻ മതിൽ ചാടി പോട്ടെ. അയ്യോ അതെന്തൊരു പോക്കാ രാജു, അപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? അതും ശരിയാണല്ലോ ഋതു. അയ്യോ വല്ലാത്ത നാണക്കേടായല്ലോ. ദീപക് അലറി കൂവിക്കൊണ്ട് അംബികയുടെ റൂമിന്റെ കതകിലിട്ട് തട്ടുക. അമ്മേ, വീട്ടുമുറ്റത്ത് പ്രേതം, വേഗം ഒന്ന് കഥ തുറക്കമ്മേ. ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് അംബിക, എന്താടാ അമ്മേ, വീട്ടുമുറ്റത്ത് യക്ഷിയുടെ വിളയാട്ടം. യക്ഷിയോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അമ്മ ഞാൻ സത്യമേ പറയുന്നേ എന്നും പറഞ്ഞ് അംബികയുടെ കൈക്ക് പിടിച്ച് വലിച്ചോണ്ട് ഓടുവാൻ. വിടറാ വിടറാ, എന്തൊക്കെ മണ്ടത്തരവാടാ നീ വിളിച്ചു പറയുന്നേ? ആ അലർച്ചയും ബഹളവും കേട്ട് ശേഖരനും യാമിനിയും അങ്ങോട്ട് വരുക. ശേഖരൻ ചോദിക്കുന്നു, എന്താ ചേച്ചി? എടാ ശേഖര, ഇവൻ പുറത്ത് യക്ഷിയോ പിശാചോ എന്തിനെയോ കണ്ടെന്ന്. യക്ഷിയും പിശാചോ? ഇവന്റെ തലയ്ക്ക് ഓളവാ ചേച്ചി. ഇവന്റെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കണം. രാജു പറയോ, എൻ്റെ ദൈവമേ, അവരെല്ലാവരും ഉണർന്നല്ലോ. അയ്യോ ഋതുമോളെ, ഞാൻ മതിൽ ചാടട്ടെ? അയ്യോ വേണ്ട രാജു, ഞാൻ പിന്നെ എന്തു ചെയ്യും? എന്നെ ചതിക്കല്ലേ രാജു. ദീപക് പറയോ, എൻ്റെ തലയ്ക്ക് ഓളമൊന്നും ഇല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ദീപക് അവരെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ്. അംബിക ചോദിക്കുന്നു, എവിടാടാ നീ കണ്ട? ദോ അവിടെ തന്നെ, അങ്ങോട്ട് നോക്കമ്മേ. ശേഖരൻ ചോദിക്കുന്നു, ആരാ അവിടെ? ആരാന്നാ ചോദിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ശേഖരൻ അങ്ങോട്ട് ചെന്ന് ഋതികയും രാജുവിനെയും കണ്ടുപിടിക്കും. അവരുടെ പ്രണയം കണ്ട് അവരെല്ലാവരുടെ കളിയാക്കി ചിരിക്കുകയും ചെയ്യും. ഏതായാലും ദീപക്കിനി ആ സമയത്ത് മുള്ളാനായിട്ട് പുറത്തിറങ്ങില്ല എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.